ചില മുഖ്യമന്ത്രി ചർച്ചയൊക്കെ തന്നെ ചൂടുപിടിച്ച് വരികയാണ്. അപ്പം അതെങ്ങനെയാണ് പരസ്യ പ്രതികരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്നു, ഹൈക്കമാൻഡ് അതിൽ തീരുമാനം എടുക്കട്ടെ. ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം പറയാം. ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമല്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമല്ല. കാരണം കോൺഗ്രസിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ. അത് പ്രാദേശികമായോ ജില്ലാതലത്തിലോ ഒന്നും അല്ല തീരുമാനിക്കുന്നത്, അത് AICC തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലുള്ള അതേ രീതികളിലാണ്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും രീതി മാറ്റമുണ്ടെങ്കിൽ അതും തീരുമാനിക്കേണ്ടത് AICC ആണ്. അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കും. അത് ഒരു ചർച്ച അങ്ങനെ പലരും പറയുന്നത് ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സംഘടനാപരമായി ശരിയായ ഒരു രീതിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാധാരണ അത് അധികാരത്തിൽ എത്തുന്ന സമയത്ത് അപ്പോഴാണല്ലോ ഇത് കൃത്യമായിട്ട് അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. UDF ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. UDF വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. ഒറ്റക്കെട്ടായിട്ടുള്ള അതൊരു വ്യക്തിയല്ല, അത് ഒരു വ്യക്തിയുടെ നേട്ടമോ കോട്ടമോ ഒന്നുമല്ല. അതിൽ ജയപരാജയങ്ങൾ ഉണ്ടായാൽ പോലും അത് കൂട്ടായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. UDF ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. UDF നേതൃത്വത്തിന്റെ നിരവധി നല്ല നേതൃത്വ ബാഹുല്യമുള്ള ഒരു സംവിധാനമാണ് UDF എന്ന് പറയുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതിൽ കോൺഗ്രസിലായാലും വളരെ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി രാപ്പകലില്ലാതെ ഇപ്രാവശ്യം അധ്വാനിച്ചതിന്റെ ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നത്. അത് ജയമാണെങ്കിലും ഒരുമിച്ചാണ് അത് സ്വീകരിക്കേണ്ടത്, പരാജയമാണെങ്കിലും ഒരുമിച്ചാണ് സ്വീകരിക്കേണ്ടത്. പരാജയത്തെക്കുറിച്ച് ഇപ്രാവശ്യം ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് AICC ആണ്. അത് AICCക്ക് ഒരു രീതിയുണ്ട്, അത്തരത്തിൽ അത് തീരുമാനമുണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതേ ഇപ്പോൾ അധികാരം കിട്ടിയില്ല എന്നുണ്ട്, പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ താൻ വനവാസത്തിന് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ തന്നെയാണോ? ഒരാളാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു ഇതിന്റെ അല്ലേ? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് UDF ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു വലിയൊരു നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ജയപരാജയങ്ങളെല്ലാം ഒരുമിച്ചാണ് സ്വീകരിക്കേണ്ടത്. ജയമായാലും പരാജയമായാലും ഒരുമിച്ചാണ് സ്വീകരിക്കേണ്ടത്. അത് ഒരാളുടെ തലയിൽ മാത്രം വെക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ജയമാണെങ്കിലും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ജയമാണ്. ഇനി മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതും കൂട്ടായിട്ട് തന്നെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് എൻ്റെ അഭിപ്രായം.